പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 049424239116. നറുക്കെടുപ്പിലൂടെ യുഡിഎഫിന് ഭരണം നഷ്ടമായ നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ജൂലൈ ആദ്യവാരം തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ യുഡിഎഫ് ആലോചന. അതേസമയം ഗ്രാമപഞ്ചായത്ത് ഭരണം നിലനിർത്താൻ എൽഡിഎഫ് നീക്കങ്ങൾ ആരംഭിച്ചതായി വിവരം. ഈ മാസം 29-നാണ് 6 മാസം പൂർത്തിയാവുന്നത്. രൂപീകരണ കാലം തൊട്ട് CPMന്റെ കയ്യിലായിരുന്ന നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് നേടിയെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFിലെ ഒരു അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ വോട്ടുകൾ തുല്യമാവുകയും നറുക്കെടുപ്പിലൂടെ അധ്യക്ഷ പദവി LDFന് ലഭിക്കുകയും ചെയ്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വോട്ടെടുപ്പ് നടന്നപ്പോൾ ഒരു മെമ്പർ ഒപ്പിടാൻ മറന്നതുകൊണ്ട് UDFന് ഭരണം നഷ്ടമായ നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ LDFന്റെ നേതൃത്വത്തിൽ നീക്കങ്ങളും ആരംഭിച്ചതായാണ് വിവരം. UDFിൽ നിന്നുള്ള ആരെങ്കിലും ഒപ്പം കൂട്ടാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ചില അംഗങ്ങളെ പഞ്ചായത്തിലും പഞ്ചായത്തിന് പുറത്തുനിന്നുമുള്ള നേതാക്കൾ സമീപിച്ചതായും വിവരമുണ്ട്. UDF മെമ്പർമാരെ ചാക്കിട്ടുപിടുത്തം തുടങ്ങിയതിന്റെ തെളിവുകളും പുറത്തുവന്നു. UDFന് 9ഉം LDFന് 8ഉം അംഗങ്ങളാണുള്ളത്. ഒരു വോട്ട് അസാധുവായതിനെ തുടർന്ന് വോട്ടുകൾ തുല്യമായി വന്നപ്പോഴാണ് നറുക്കെടുപ്പിലൂടെ UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇസ്മായിൽ നിറമരുതൂരിനെതിരെ മത്സരിച്ച LDFിലെ സെയ്തലവി വിജയിച്ചത്. ഇപ്പോൾ ഇദ്ദേഹമാണ് പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് UDFിലെ കോൺഗ്രസ് അംഗം സജിമോളാണ്. ഭരണം തുടങ്ങിയിട്ട് ഈ മാസം 29-ന് 6 മാസം പൂർത്തിയാവുകയാണ്. ജൂലൈ ആദ്യവാരം തന്നെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് UDFന്റെ ആലോചന. UDF മെമ്പർമാരിൽ ചിലരെ ചാക്കിട്ട് പിടിച്ച് ഇടതുമുന്നണിക്കൊപ്പം നിർത്തി ഭരണം നിലനിർത്താനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങിയതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. UDFിലെ ഒരു വനിതാ അംഗത്തെ പഞ്ചായത്തിലെ തന്നെ ഒരു പ്രമുഖ വ്യക്തി സമീപിക്കുകയും CPMനൊപ്പം നിൽക്കുകയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനവും മകന് ബാങ്കിൽ ജോലിയും വാഗ്ദാനം ചെയ്തതായി വിവരങ്ങളുണ്ട്. മറ്റൊരു കോൺഗ്രസ് അംഗത്തെ സമീപിച്ച് രാഷ്ട്രീയ മാറ്റമുണ്ടോ എന്ന കാര്യവും അന്വേഷിച്ചതായും വിവരമുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റിനും വാഗ്ദാനങ്ങൾ ഏറെ എത്തിയിട്ടുണ്ട്. നേരിട്ടും ഫോണിലും ദൂതന്മാർ വഴിയുമൊക്കെയാണ് ശ്രമങ്ങൾ നടക്കുന്നത്. അതേസമയം CPMന്റെ നീക്കം കരുതലോടെയാണ് UDFും കാണുന്നത്. നിലവിലെ അംഗങ്ങളെല്ലാം പാർട്ടിക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. എന്നാൽ ഇത്തരത്തിൽ ഒരു നീക്കവും പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് CPMും പറയുന്നത്.